Welcome back to the new class of Notes and Notification. Today we are going to discuss a 5th semester Computer Science core paper Principles of Software Engineering. Principles of Software Engineering എന്ന പേപ്പറിൻ്റെ തേർഡ് മൊഡ്യൂളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ സെഷൻസിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് തേർഡ് മൊഡ്യൂൾ ടോപ്പിക്സ് ആണ്. ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ്. മെയിനായിട്ട് ഈ ഒരു മൊഡ്യൂൾ ഡീൽ ചെയ്യുന്നത് UML എന്ന് പറഞ്ഞുള്ള ഡിസൈൻ കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ UML എന്താണ്, യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് എന്താണ് എന്നുള്ളതിൻ്റെ ബേസിക്കായുള്ള കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ ഡയഗ്രാംസുമാണ് ആദ്യം പഠിക്കുക. അതുപോലെ തന്നെ UML ഡയഗ്രാംസ് ഒരുപാട് ഡയഗ്രാംസ് ഉണ്ട്. അതിൽ നമുക്ക് കുറച്ച് സെലക്റ്റഡ് ആയിട്ട് തന്നിട്ടുണ്ട്. യൂസ് കേസ് ഡയഗ്രാം, ക്ലാസ് ഡയഗ്രാം, ഇൻട്രാക്ഷൻ ഡയഗ്രാം, സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം, ആക്ടിവിറ്റി ഡയഗ്രാം, പാക്കേജ് ഡയഗ്രാം, കമ്പോണൻറ്റ് ഡയഗ്രാം, ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം, ഇത്തരം കാര്യങ്ങളാണ്. ഇത്രയും ഡയഗ്രാംസ് UML എന്ന് പറഞ്ഞൊരു വാസ്റ്റ് ഏരിയയാണ്. എന്താണെന്നുള്ളത് ഞാൻ ഇനിയുള്ള സ്ലൈഡ്സിൽ പറയാം. അതിൽ ഈ ഇത്രയും സെലക്റ്റഡ് ആയുള്ള UML ഡയഗ്രാംസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയഗ്രമായിട്ട് ബന്ധപ്പെട്ട കുറച്ചും കൂടെ അഡീഷണൽ ആയുള്ള കാര്യങ്ങൾ, ഡയഗ്രം ഓർഗനൈസേഷൻ, എക്സ്റ്റെൻഷൻസ്, അതുപോലെ തന്നെ മൊഡ്യൂലാരിറ്റി, ഇൻഫോർമേഷൻ ഹൈഡിങ്, റിഫൈൻമെൻറ്റ്, പിന്നെ അതുപോലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ കോൺസെപ്റ്റുകളും നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ കാര്യമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു വളരെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡയഗ്രാംസും കാര്യങ്ങളും ഒക്കെ പഠിച്ചു വെച്ചാൽ നല്ല സ്കോർ കിട്ടുന്ന ഒരു മൊഡ്യൂളും കൂടെയാണ് ഈ തേർഡ് മൊഡ്യൂൾ. അപ്പോൾ ഇനി സിലബസിലുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ ഇനി പറയുന്നില്ല. നമുക്ക് വീഡിയോയിൽ ഓരോരോ ടോപ്പിക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അത് പറയാം. ഓക്കെ, മോഡലിംഗ് വിത്ത് UML എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് ഇങ്ങനെ 3 ടേംസ് ഉണ്ടല്ലോ. ഇതിൽ ലാംഗ്വേജ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു മെത്തഡോളജി ഒന്നുമല്ല, ഐഡിയ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു വഴിയാണ്. നമ്മളുള്ളൊരു ഐഡിയ, നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണ്. ആ സോഫ്റ്റ്വെയർ എങ്ങനെ ഉണ്ടായിരിക്കും, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ കോഡ് എഴുതാൻ പറ്റും, അത്തരത്തിലുള്ള കുറച്ച് ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലാംഗ്വേജ്. നോട്ട് ചെയ്യേണ്ട കാര്യം, അതൊരു മെത്തഡോളജി അല്ല, ഒരു നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ നമ്മളതിനെ കാണരുത്. പിന്നെ മോഡലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന് ഒരു ഹൈ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷനിൽ നിർത്തിക്കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാണ്. ഡിസ്ക്രൈബിങ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം അറ്റ് എ ഹൈ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. എങ്ങനെ ഉണ്ടായിരിക്കും ആ സോഫ്റ്റ്വെയർ കാണാൻ, എങ്ങനെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയായിരിക്കും, അത്രയും കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാണ് മോഡലിംഗ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ യൂണിഫൈഡ് മീൻസ് UML ഹാസ് ബിക്കം എ വേൾഡ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു, ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടി മോഡലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡും കൂടിയാണ് UML. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒബ്ജക്റ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്, OMG എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. അത് ഓരോ വേർഷൻസ് ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ട് വരികയാണ്. പക്ഷേ അത് പുതിയ വേർഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുകൾ അതിൽ വരുന്നില്ല, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. It is an industry standard graphical language for specifying, visualizing, constructing and documenting the artifacts of software system. ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം എന്താണെന്ന് നമുക്ക് ഗ്രാഫിക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന, മാത്രമല്ല നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാനും പറ്റും സോഫ്റ്റ്വെയർ സിസ്റ്റം എന്താണെന്നുള്ളത്. അതിന് വേണ്ടിയുള്ള ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡും കൂടിയാണ് ഈ OMG പ്രൊവൈഡ് ചെയ്യുന്ന UML ഒരുപാട് ഗ്രാഫിക്കൽ നൊട്ടേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അനാലിസിസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് ഈസി ആയിട്ട് ഗ്രാഫിക്കൽ നൊട്ടേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കാണിക്കാൻ പറ്റുന്നുള്ളതാണ് UML ഡയഗ്രത്തിൻ്റെ വലിയൊരു പ്രത്യേകത. കോംപ്ലക്സ് പ്രോസസ്സുകളെ നമുക്കൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അത്തരം പ്രോസസ്സുകളെ നമ്മൾ ഇങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ കോംപ്ലക്സിറ്റി ഒന്ന് കുറച്ച് കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഐഡിയാസ് കിട്ടുന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വൈ വി യൂസ് UML, എന്തിനാണ് UML ഉപയോഗിക്കുന്നത്? ഇതൊരു ഗ്രാഫിക്കൽ നൊട്ടേഷൻ ആയതുകൊണ്ട് തന്നെ നാച്ചുറൽ ലാംഗ്വേജിനേക്കാൾ ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും.
മാത്രമല്ല കോഡ് എന്ന് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടായി പോകും അല്ലേ. അപ്പോൾ അതിനേക്കാൾ നാച്ചുറൽ ലാംഗ്വേജിനേക്കാളും അതുപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ കോഡിനേക്കാളും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഗ്രാഫിക്കൽ നൊട്ടേഷൻ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ UML ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഒരു ഓവറോൾ വ്യൂ എന്താണ് നമ്മുടെ സിസ്റ്റം എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് എന്താണ് എന്നതിൻ്റെ ഒരു ഓവറോൾ ആയുള്ള ഒരു വ്യൂ തരാനും നമുക്ക് UML ഉപയോഗിച്ചുകൊണ്ട് പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ UML പ്രത്യേകിച്ചൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ ടെക്നോളജിയോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതല്ല അല്ലേ. ആ നൊട്ടേഷൻസ് നമുക്ക് ഏതിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇന്ന ലാംഗ്വേജിന് ഇന്ന രീതിയിൽ വരയ്ക്കണം എന്നുള്ള ഒരു കാര്യമില്ല UML. അത് പ്രത്യേകിച്ചൊരു ലാംഗ്വേജോ ഒരു ടെക്നോളജിയിലോ ഡിപ്പെൻഡൻ്റ് അല്ല. പിന്നെ UML മൂവ്സ് ആസ് ഫ്രം ഫ്രാഗ്മെൻറ്റേഷൻ ടു സ്റ്റാൻഡർഡൈസേഷൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ആക്ച്വലി നമ്മൾ UML ഉപയോഗിക്കാനുള്ള റീസൺസ് ആയിട്ട് പറയുന്നത്. ഈ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത് UMLൻ്റെ കുറച്ച് വേർഷൻസ് ആണ്. പ്രീ ഹിസ്റ്ററിയിൽ കുറച്ചെണ്ണം കാണാം. ആ പ്രീ ഹിസ്റ്ററി പീരിയഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പല വേർഷൻസ് വന്നിട്ടുണ്ട്. UMLൻ്റെ വർക്ക് ബിഗിൻ ചെയ്യുന്ന 1995 നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിനുശേഷം 2000 ഒക്കെ ആയപ്പോഴത്തേക്ക് UMLൻ്റെ 1.3 വേർഷൻ, പിന്നെ 2005 UML 2, ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് UML 2.5 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് UMLൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ്. ഇത് വരുന്ന സമയത്ത് പുതിയ ഡയഗ്രാം ടൈപ്സും അതുപോലെ തന്നെ സെമാൻറ്റിക്സും ഒക്കെ ഒന്നും കൂടെ ഡിഫൈൻ ചെയ്ത് പോവുക എന്നേ ഉള്ളൂ ഓരോ വേർഷൻസിലും. ഇനി UML ഡയഗ്രാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ സിലബസിൽ പറയുന്നത് 8 UML ഡയഗ്രാംസ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നും എടുത്ത് അത്യാവശ്യം നന്നായിട്ട് എഴുതണം. ചിലപ്പോൾ നമുക്ക് ഇതിലത്തെ ഏതെങ്കിലും 1-2 എണ്ണം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. അപ്പോൾ ഏതൊക്കെ ടൈപ്സ് ആണ് UML ഡയഗ്രാംസ് നോക്കാം. 8 ടൈപ്സ് ആണ് ആസ് പെർ അവർ സിലബസ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഈ ഡയഗ്രത്തിൻ്റെ ഒരു സബ്സെറ്റ് മാത്രമാണ്. UML എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ഏരിയയാണ്. അതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അതിൽ വളരെ സെലക്റ്റഡ് ആയുള്ള ഒരു 8 ഡയഗ്രാംസ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നുള്ളൂ. UML എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആർക്കിടെക്ചർ പോലെയാണല്ലോ. നമ്മൾ ഒരു പ്ലാൻ വരയ്ക്കുന്ന പോലെയാണ്. സോഫ്റ്റ്വെയർ ഡിസൈൻ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കുന്ന പോലെയാണ് UML ഡയഗ്രാംസ്. നമ്മുടെ കോംപ്ലക്സിറ്റിയൊക്കെ അനുസരിച്ചുകൊണ്ട് നമുക്കിതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പം നിങ്ങളൊരു ഇ-കൊമേഴ്സിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് സ്യൂട്ടബിൾ ഇതിൽ ഏതാണ് നോക്കിയിട്ട് നമുക്കത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് പറയാം. യൂസ് കേസ് ഡയഗ്രാംസ്, ക്ലാസ് ഡയഗ്രാംസ്, ഇൻട്രാക്ഷൻ ഡയഗ്രാംസ്, സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാംസ്, ആക്ടിവിറ്റി ഡയഗ്രാംസ്, പാക്കേജ് ഡയഗ്രാംസ്, കമ്പോണൻറ്റ് ഡയഗ്രാംസ് ആൻഡ് ലാസ്റ്റ് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ്. ഇത്രയാണ് ഉള്ളത്. നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് 8 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഇനി എന്താണ് ഫസ്റ്റത്തെ യൂസ് കേസ് ഡയഗ്രാം? യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഡയഗ്രാം എന്നൊക്കെ വിളിക്കും. ഡൈനാമിക് അല്ലെങ്കിൽ ബിഹേവിയർ ഡയഗ്രാം. UML ഡൈനാമിക് ഡയഗ്രാം ഏത് അല്ലെങ്കിൽ ബിഹേവിയർ ഡയഗ്രാം ഏതെന്ന് ചോദിച്ചാൽ അതിനെ പറയുന്ന പേരാണ് യൂസ് കേസ് ഡയഗ്രാം. ഇത് നമ്മൾ മോഡൽ ചെയ്യുന്നത് ഇങ്ങനത്തെ ഡയഗ്രാംസ് നമ്മൾ വരച്ച് കാണിക്കുന്നത് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാലിറ്റി തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ 2 കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, ആക്ടേഴ്സും അതുപോലെ യൂസ് കേസസും. ആക്ടേഴ്സും യൂസ് കേസസും. ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്യൂപ്പിൾ അല്ലെങ്കിൽ എൻറ്റിറ്റീസ് ആണ്. ആരാണ് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു റോള് ചെയ്യുന്നത്, ആ ഒരു പേഴ്സണെയാണ് നമ്മൾ ആക്ടർ എന്ന് പറയുന്നത്. യൂസ് കേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ വരുന്ന കുറച്ച് ഫങ്ഷൻസ് അല്ലെങ്കിൽ സർവീസസ് ഒക്കെയാണ്. സിസ്റ്റം എന്തൊക്കെ പെർഫോം ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ ഇ-കൊമേഴ്സ് ആണെന്ന് വിചാരിക്കും, ഇ-കൊമേഴ്സ് അപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും, ഒരു അഡ്മിൻ ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ സെല്ലർ, ബയ്യർ, ഇവരൊക്കെ ഓരോ ആക്ടേഴ്സ് ആയിരിക്കും. ഇനി യൂസ് കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഓരോരോ യൂസ് കേസസ് ആണ്. അപ്പോൾ ഇങ്ങനെ ആക്ടറും യൂസ് കേസും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വരച്ച് കാണിക്കുന്ന ഡയഗ്രാംസ് ആണ് യൂസ് കേസ് ഡയഗ്രാം. Use case diagrams are valuable for visualizing the functional requirements of a system that will translate into design choices and development priorities. They also help identify any internal or external factors that may influence the system and should be taken into consideration. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡയഗ്രാം എന്തിനാണ് ഉപയോഗിക്കുക ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് വിഷ്വലൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഒരു സിസ്റ്റം എന്തൊക്കെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട് അതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കാണിക്കുക. മാത്രമല്ല എന്തെങ്കിലും ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മൾ മെൻഷൻ ചെയ്യാം. മാത്രമല്ല ഒരു ഹൈ ലെവൽ അനാലിസിസ് ഔട്ട്സൈഡിൽ നിന്ന് സിസ്റ്റത്തിൻ്റെ പുറത്ത് നിന്ന് ഒരു അനാലിസിസ് നടത്തണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ഡയഗ്രാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്
എങ്ങനെയാണ് ഈ സിസ്റ്റം ആക്ടേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്ന കാര്യം കൂടെ, അതായത് മൊത്തം അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാതെ എങ്ങനെയാണ് ഒരു ഓവറോൾ ഇൻട്രാക്ഷൻ, എന്തൊക്കെ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അഡ്മിൻ എന്ന് പറഞ്ഞ ആൾക്ക് കുറേ പ്രിവിലേജസ് ഉണ്ടായിരിക്കും, അഡ്മിൻ്റെ കീഴിൽ വരുന്ന ആൾക്കാർക്ക് കുറച്ച് പ്രിവിലേജസ് ഉണ്ടായിരിക്കും. അതൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ ഓരോ ആക്ടറും അഡ്മിനും അഡ്മിൻ്റെ കീഴെ വരുന്ന ആളുകളുമൊക്കെ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്ന കാര്യം മനസ്സിലാക്കാൻ നമുക്ക് യൂസ് കേസ് ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് പറ്റും എന്നാണ് പറയുന്നത്. സോ these points explains why make use case diagrams. ഇനി യൂസ് കേസ് ഡയഗ്രത്തിൽ വരുന്ന സിമ്പിൾസും നൊട്ടേഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു റെക്റ്റാങ്കിൾ ആയിട്ടാണ്. അതിൻ്റെ ബൗണ്ടറീസ് നമ്മളൊരു റെക്റ്റാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വരച്ച് കാണിക്കും. യൂസ് കേസസ് നമ്മൾ ഓവൽ ഷേപ്പ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. യൂസ് കേസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് ആണ് മെയിനായിട്ട്. അതിനുള്ളിൽ നമ്മൾ എന്താണ് ആ ഒരു യൂസ് കേസ് എന്നുള്ളത് എഴുതും, വരയ്ക്കുന്ന സമയത്ത് അതിനുള്ളിൽ എഴുതും. ഇനി ആക്ടേഴ്സിൻ്റെ സിമ്പിളാണ് ഈ കാണുന്നത്, അതായത് ആരാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ആക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ താഴെ ലേബൽ ചെയ്യും, ഇത് എന്താണ് ആക്ടർ, കസ്റ്റമർ ആണോ എംപ്ലോയി ആണോ, ആ കാര്യം നമ്മൾ അതിൻ്റെ താഴെ ആ ചിത്രത്തിൻ്റെ താഴെ നമ്മൾ എഴുതി കാണിക്കും കൂടെ ചെയ്യും. ഇനിയുള്ളത് റിലേഷൻഷിപ്സ് ആണ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടറും യൂസ് കേസും തമ്മിലൊരു സിമ്പിൾ ലൈൻ ഉപയോഗിച്ചുകൊണ്ടുള്ള റിലേഷൻഷിപ്പാണ്. എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, അതായത് ഇവിടുന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ അങ്ങോട്ട് പോകുന്നുണ്ടോ, തിരിച്ചു വരുന്നുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് എന്നും എക്സ്റ്റെൻഡ് എന്നും പറഞ്ഞ് എഴുതാറുണ്ട്. അത് എക്സ്റ്റെൻഡ് റിലേഷൻഷിപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ആണ്. ചില യൂസ് കേസിൽ ആൾട്ടർനേറ്റ് ആയുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളൊരു ബില്ല് പേ ചെയ്യാമെന്ന് വിചാരിക്കാം, ആ ബില്ലിനൊരു ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് അടുത്ത സെക്ഷനിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായി? അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞുള്ളതാണ് കൊടുക്കുക. അതായത് നമ്മളൊരു ബില്ല് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഒരു ബില്ല് പേ ചെയ്യാണ്. അപ്പോൾ ആ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റൽ സ്റ്റാഫ് നമ്മളോട് ചോദിച്ചു വെദർ യു ഹാവ് എനി ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടോ ചോദിച്ചു. അപ്പോൾ എസ് എന്ന് പറയുകയാണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇൻഷുറൻസ് സെക്ഷനിലേക്ക് പോകണം. അപ്പോൾ അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ഉപയോഗിക്കാം, അല്ലാത്ത നമുക്ക് ഇൻക്ലൂഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇനി എക്സാമ്പിൾ വരുമ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി അസോസിയേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ആക്ടർ ആൻഡ് യൂസ് കേസ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു സോളിഡ് ലൈൻ വരച്ചുകൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മറ്റൊന്ന് ജനറലൈസേഷൻ ആണ്. ജനറലൈസേഷൻ മീൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺ ജനറൽ യൂസ് കേസ് ആൻഡ് എ സ്പെഷ്യൽ യൂസ് കേസ്. ഒരു ജനറൽ യൂസ് കേസും ഒരു സ്പെഷ്യൽ യൂസ് കേസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ആരോ ഹെഡ്, ഒരു ലൈനും ഒരു ആരോ ഹെഡും. അപ്പോൾ ഇത് സ്പെഷ്യൽ ആൾട്ടർനേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിലാണ് സാധാരണ ജനറലൈസേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ഒന്നും കൂടെ ക്ലിയർ ആവും അത്. സോ ഇതാണ് എക്സാമ്പിൾ. സ്റ്റുഡൻറ്റും ടീച്ചറും തമ്മിലുള്ള ഒരു യൂസ് കേസ് ഡയഗ്രാമാണ് വരച്ചിട്ടുള്ളത്. ആക്ടറിൻ്റെ താഴെ നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ ആൾ സ്റ്റുഡൻ്റ് ആണെന്നും രണ്ടാമത്തെ ടീച്ചറാണെന്നും. എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കി. ടീച്ചർക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് സ്കോർ അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അറ്റൻഡൻസ് അപ്ഡേറ്റ് ചെയ്യാനുമാണ്. ആൻഡ് ദ സ്റ്റുഡൻറ്റ് ക്യാൻ ഡു 3 ഫങ്ഷൻസ് അല്ലേ, 3 തിങ്സ്. എന്തൊക്കെയാണ്? അറ്റൻഡൻസ് ചെക്ക് ചെയ്യാം, അറ്റൻഡൻസ് അപ്ഡേറ്റ് ചെയ്യുന്ന ടീച്ചറാണ് ചെക്ക് ചെയ്യാൻ, ടീച്ചർക്കും ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈം ടേബിൾ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് സ്കോർ ചെക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ എന്താണ്, 2 പേർക്കും അത് ആക്സസ് ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിളാണ് ഒരു ടാക്സ് പ്രിപ്പയർ. എങ്ങനെയാണ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൽ ടാക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ചില ഫോമുകളാണ് ടാക്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഫോം 1040, 1040A, 1040EZ. അത് ഓരോ രാജ്യത്തും ഓരോരോ ഫോംസാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വരച്ചുള്ളതിൽ ഈ ഒരു പർട്ടിക്കുലർ നമ്പർ എഴുതിയെന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെറിയ രീതിയിൽ എന്ത് ചെയ്തു നമ്മൾ കൊടുത്തു. അപ്പോൾ ഇതിന്നാണല്ലോ അത് വരുന്നത്. അതായത് ഫോം പ്രിപ്പയർ ചെയ്താലല്ലേ നമുക്ക് ആ ഫോം പ്രിൻ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. ഇനി മറ്റൊരു യൂസ് കേസ് ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് അപ്പോയിൻമെൻ്റ് എടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പേഷ്യൻറ്റിന് അപ്പോയിൻമെൻ്റ് എടുക്കാം, ഷെഡ്യൂളർ അപ്പോയിൻമെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. മാത്രമല്ല ഇൻ കേസ് ആൾക്കത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെഡ്യൂളർ അത് എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് കൊടുക്കും. ഇനി അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻറ്റിൻ്റെ റെക്കോർഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതൊരു യൂസ് കേസ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ അത് അവിടെ വന്നിട്ട് അതൊന്ന് പോകുന്ന കാരണം നമ്മൾ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വന്നു, അങ്ങനെ പേഷ്യൻ്റ് അവിടെ ഓൾറെഡി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സോ അത് ഇൻക്ലൂഡായിട്ട് നമ്മൾ കൊടുത്തു. ഇനി അതേപോലെ തന്നെ ഡോക്ടർ മെഡിസിൻ കൊടുക്കണു അല്ലേ,
അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, യൂസ് കേസ് കണക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. മരുന്ന് കൊടുക്കുന്ന സമയത്തും എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം പേഷ്യൻ്റ് റെക്കോർഡ് എടുക്കുന്നത്, അതിലേക്ക് അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ബില്ല് പേ ചെയ്യുന്ന സമയത്ത് ആണ് ജനറലൈസേഷൻ വരുന്നത്. ബില്ല് പേ ചെയ്യാൻ എന്ത് ചെയ്തു, ക്ലർക്കിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബിൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞുള്ള ആ ഒരു യൂസ് കേസിലേക്ക് പോകണം. അത് അതിൻ്റെ താഴെ വരുന്നതാണ്. സോ ചൈൽഡ് യൂസ് കേസ് എന്നാണ് വിളിക്കുക. അതാണ് ജനറലൈസേഷൻ എക്സാമ്പിൾ. ഇനി നെക്സ്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ക്ലാസ് ഡയഗ്രാമാണ്. ക്ലാസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് ഡയഗ്രാമാണ്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റിക് വ്യൂ ആണ്. എങ്ങനെ ഇരിക്കും ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റിക് ആയിട്ട്, അത് എങ്ങനെ കാണാൻ എങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഡയഗ്രാം ശരിക്കും വിഷ്വലൈസ് ചെയ്യാനോ ഡിസ്ക്രൈബ് ചെയ്യാനോ മാത്രമായിട്ട് ഉപയോഗിക്കുന്നതല്ല, അത് എക്സിക്യൂട്ടബിൾ കോഡും കൂടെ, ആ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ്റെ കോഡ് എങ്ങനെയാണ്, എക്സിക്യൂട്ടബിൾ ആയുള്ള കോഡ് എങ്ങനെയാണ് എന്നും കൂടി നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം. ക്ലാസ് ഡയഗ്രാംസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആട്രിബ്യൂട്ട്സും ഓപ്പറേഷൻസ് ഒക്കെ വെച്ചിട്ടാണ്. ഒരു സിസ്റ്റത്തിൻ്റെ ആട്രിബ്യൂട്ട്സും അതുപോലെ തന്നെ ഓപ്പറേഷൻസിനെ എല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ രണ്ടാമത്തെ ഡയഗ്രമായുള്ള ക്ലാസ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സിസ്റ്റത്തിലെല്ലാം മിക്കവാറും ഉപയോഗിക്കുന്ന ക്ലാസ് ഡയഗ്രാംസ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ജാവ പോലത്തെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുള്ള ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലത് ക്ലാസ് ഡയഗ്രാംസ് വരയ്ക്കുന്നതാണ്. ജാവ റെക്കോർഡ് നിങ്ങൾ കൂടുതലും ക്ലാസ് ഡയഗ്രാംസ് തന്നെ ആയിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ ഇത് UML ഡയഗ്രാം മാത്രമല്ല, ഇത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആയിട്ട് ഡയറക്റ്റ് മാപ്പിംഗ് ഉള്ളൊരു ഡയഗ്രാം കൂടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും ക്ലാസ് ഡയഗ്രത്തിനെ കുറിച്ചിട്ട്. ഇനി ക്ലാസ് ഡയഗ്രത്തിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് സ്റ്റാറ്റിക് വ്യൂ ഓഫ് എൻ ആപ്ലിക്കേഷൻ. 2. ഡിസ്ക്രൈബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ സിസ്റ്റം. 3. ബേസ് ഫോർ കമ്പോണൻറ്റ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ്. 4. ഫോർവേഡ് ആൻഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് ഡയഗ്രാംസ് വരയ്ക്കുന്നത്. ഇനി എങ്ങനെ നമുക്കൊരു ക്ലാസ് ഡയഗ്രാം വരയ്ക്കാം? ക്ലാസ് ഡയഗ്രാംസ് UML ഡയഗ്രത്തിലെ ഏറ്റവും പോപ്പുലർ ആയുള്ള ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് വരയ്ക്കുന്നതിനേക്കാൾ മുന്നേ കൺസിഡർ ചെയ്യണം. സ്റ്റാറ്റിക് വ്യൂ ആണ് എന്ന കാര്യം മറക്കരുത്. അപ്പോൾ സ്റ്റാറ്റിക് വ്യൂ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത് ഒരു ടോട്ടലായുള്ള അല്ലെങ്കിൽ മൊത്തം സിസ്റ്റത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. അതല്ലെങ്കിൽ ഈ ക്ലാസ് ഡയഗ്രത്തിൻ്റെ മൊത്തം കളക്ഷൻസ് ചേർന്ന് കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ ഹോൾ സിസ്റ്റമായിട്ട് മാറും. അപ്പോൾ ഈ പോയിന്റ്സ് ആണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ദ നെയിം ഓഫ് ദ ക്ലാസ് ഡയഗ്രാം ഷുഡ് ബി മീനിങ് ടു ഡിസ്ക്രൈബ് ദ ആസ്പെക്ട് ഓഫ് ദ സിസ്റ്റം. നമ്മൾ കൊടുക്കുന്ന ക്ലാസ് ഡയഗ്രത്തിന് കൊടുക്കുന്ന പേര് മീനിങ് ആയിരിക്കണം. മാത്രമല്ല ഓരോ എലമെൻറ്റും അതിൻ്റെ റിലേഷൻഷിപ്പും നമ്മൾ എന്താണെന്ന് മുൻകൂട്ടി കണ്ടിരിക്കണം. ഇനി ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും, ഓരോ ക്ലാസ്സിലും കുറേ ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. മാത്രമല്ല ഓരോ ക്ലാസ്സിനും മിനിമം നമ്പർ ഓഫ് പ്രോപ്പർട്ടീസ് സ്പെസിഫൈ ചെയ്തിരിക്കണം. അൺനെസസറി ആയുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയഗ്രാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. അതുകൊണ്ട് മിനിമം നമ്പർ ഓഫ് പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇനി എന്തെങ്കിലും നോട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡയഗ്രാം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്പർക്കോ അല്ലെങ്കിൽ അത് കോഡ് ചെയ്യുന്ന ആൾക്കോ ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ട്സ് എഴുതണമെന്ന് പറയണത്. അതായത് ഡയഗ്രത്തിൻ്റെ എവിടെയെങ്കിലും നമുക്ക് നോട്ട്സ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതവിടെ എഴുതിയിരിക്കണം എന്നാണ് പറയണത്. മാത്രമല്ല ഒരു ഫൈനൽ വേർഷൻ ഉണ്ടാക്കുന്നതിനൊക്കെ മുന്നേ ഡയഗ്രാം നമ്മളൊരു പ്ലെയിൻ പേപ്പറിൽ വരച്ച് എന്തെങ്കിലും റീവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് വേണം നമ്മളത് ഫൈനലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മളിതിൽ എക്സാമ്പിൾ പറയുന്നത് ഒരു ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓർഡറും കസ്റ്റമറുമാണ് രണ്ട് എലമെൻറ്റ്സ്. ഈ സിസ്റ്റത്തിൽ ഓർഡറും ഉണ്ട് കസ്റ്റമറും ഉണ്ട്. അപ്പോൾ 1 to many ആണ് അവിടെ. കാരണം കസ്റ്റമർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓർഡേഴ്സ് ചെയ്യാം. മനസ്സിലായോ? ഒരു കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്പിൾ ഓർഡേഴ്സ് ചെയ്യാൻ പറ്റും. സോ 1 to many ആണ് അവിടെ റിലേഷൻഷിപ്പ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഓർഡർ ക്ലാസ് എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആണ്. അതിന് 2 കോൺക്രീറ്റ് ക്ലാസ്സസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സ്പെഷ്യൽ ഓർഡറും ഉണ്ട്, നോർമൽ ഓർഡറും ഉണ്ട്. അങ്ങനെ 2 കോൺക്രീറ്റ് ക്ലാസ്സസ് എന്തിനുണ്ടായിരിക്കും? ഈ ഒരു സംഭവത്തിന് ഉണ്ടായിരിക്കും. അതായത് ഓർഡർ എന്ന് പറയുന്ന ക്ലാസ് ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആണ്. അതിന് 2 കോൺക്രീറ്റ് ക്ലാസ്സസ് ഉണ്ട്, സ്പെഷ്യൽ ഓർഡറും നോർമൽ ഓർഡറും. അത് ഇൻഹെറിറ്റ് ചെയ്തതാണ്. അതായത് ഈ ക്ലാസ്സിൽ നിന്ന്, ഓർഡർ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത 2 ക്ലാസ്സസ് ആണ് സ്പെഷ്യൽ ഓർഡറും നോർമൽ ഓർഡറും.
ഈ ഇൻഹെറിറ്റ് ചെയ്ത ക്ലാസ്സസിന് അതിൻ്റേതായുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഡിസ്പാച്ച്, റിസീവ് അങ്ങനെയുള്ള ഫങ്ഷൻസും ഈ ഇൻഹെറിറ്റ് ചെയ്ത ക്ലാസ്സസിന് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്ലാസ് ഡയഗ്രമാണ് ഈ കൊടുത്തിട്ടുള്ളത്. കസ്റ്റമർ അല്ലേ, കസ്റ്റമറിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുള്ള എന്തൊക്കെയാണ്? നെയിം ഉണ്ട്, ലൊക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ ആട്രിബ്യൂട്ട്സിന് പുറമെ ഓപ്പറേഷൻസ് ആണ് സെൻഡ് ഓർഡറും റിസീവ് ഓർഡറും. അത് 1 to many ആണെന്ന് പറഞ്ഞു. ഓർഡറിന് എന്തൊക്കെ ഉണ്ടാവുക? ഡേറ്റും നമ്പറും. അതുപോലെ ഫങ്ഷൻസ് ആയിട്ട് അതിൻ്റെ ഓപ്പറേഷൻസ് ആയിട്ട് കൺഫേമും ഉണ്ട്, ക്ലോസും ഉണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഓർഡറും ഉണ്ട്, നോർമൽ ഓർഡറും ഉണ്ട്. അത് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുകയാണ്. ജനറലൈസേഷനാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിനും ഇതേപോലത്തെ കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്. ആട്രിബ്യൂട്ട്സ് ആണ് ഫസ്റ്റ് കോളത്തിൽ എഴുതിയുള്ള ഡേറ്റും നമ്പറും, താഴെ എഴുതിയുള്ള അതിൻ്റെ ഓപ്പറേഷൻസ് ആണ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആണ്. സോ ഇതാണ് ഒരു ക്ലാസ് ഡയഗ്രത്തിൻ്റെ എക്സാമ്പിൾ. ഇനി ഒരു ക്ലാസ് നൊട്ടേഷനിൽ മെയിനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു ക്ലാസ് നെയിം ഉണ്ടായിരിക്കും. ക്ലാസ് നെയിം എന്ന് പറയുന്നത് നെയിം ഓഫ് ദ ക്ലാസ് ആണ്. ആദ്യത്തെ പാർട്ടീഷനിൽ ക്ലാസ് നെയിം എഴുതിയിട്ടുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് ആട്രിബ്യൂട്ട്സ് സെക്കൻഡ് പാർട്ടീഷനിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ക്ലാസ് നെയിം, കസ്റ്റമർ അല്ലേ, പിന്നെ ഓർഡർ, സ്പെഷ്യൽ ഓർഡർ, നോർമൽ ഓർഡർ, 3 പാർട്ടീഷൻ ഉണ്ടല്ലോ. ആദ്യത്തെ പാർട്ടീഷനിൽ പറയുന്ന പേരാണ് എന്ത്? ക്ലാസ് നെയിം. രണ്ടാമത്തെ പാർട്ടീഷന് പറയുന്ന പേരാണ് ക്ലാസ് ആട്രിബ്യൂട്ട്സ്. മൂന്നാമത്തെ പാർട്ടീഷന് പറയുന്ന പേരാണ് ക്ലാസ് ഓപ്പറേഷൻസ്. അതാണ് എന്തൊക്കെ സർവീസസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന കാര്യം പറയുന്നത്. ഇതാണ് നമ്മൾ കോഡിലേക്കൊക്കെ എടുക്കുക. അതിനകത്ത് നമ്മൾ ആ ഒരു റിട്ടേൺ ടൈപ്പൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെ നമുക്ക് കോഡിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോഡിലേക്ക് ഒരു ഹെൽപ്പും കൂടിയാണ് ക്ലാസ് ഓപ്പറേഷൻസ് ഒക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്ലാസ് നൊട്ടേഷൻസ് ഉള്ളത്. സോ ഇതാണ് ക്ലാസ് ഡയഗ്രത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി അപ്പോൾ നമ്മൾ 2 ഡയഗ്രാംസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യാം.